അങ്ങനെ നമ്മുടെ നിധിയെ പറഞ്ഞാൽ എല്ലാവരും സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നുണ്ട്. നിധിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട് രാത്രി 12 മണിക്കൊക്കെ കേക്ക് മുറിക്കുന്നതൊക്കെ കണ്ടിട്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സുധീഷ് നമ്മുടെ നിധിക്കൊരു സാരിയൊക്കെ സമ്മാനിക്കുന്നുണ്ട്. നമ്മുടെ നിധിക്കാണെങ്കിൽ ആ സാരി വലിയ ഇഷ്ടമാവുന്നുണ്ട്. നിധി ആ സാരി ഉടുത്ത് വരുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ വലിയ സന്തോഷവും ആവുന്നുണ്ട്. എന്തായാലും ആ ദിവസം തന്നെ നിധി ഓഫീസിലേക്ക് സാരി ഉടുത്ത് പോകുന്നുണ്ട്. ഓഫീസിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗോപി പോലീസിൻ്റെ ഫോൺ വരുന്നുണ്ട് നമ്മുടെ നിധിക്ക്. നിധിയോട് പറയുന്നുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് കാണാൻ വരാൻ പറയുന്നുണ്ട്. എന്തായാലും നിധി പുറപ്പെടുന്നുണ്ട്. ഒരു ദിവസത്തെ ലീവൊക്കെ ചോദിച്ച് പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ മാനേജർ പറയുന്നുണ്ട്, നിധിയുടെ ഓഫീസിലത്തെ മാനേജർ പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട്, എനിക്കും അവിടെ തന്നെ വർക്ക് എന്ന് പറയുന്നത്. എന്നാലും രണ്ടാളും കൂടി ഒപ്പം പോകുന്നുണ്ട്. കാറിൽ അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് പോലീസുകാരനോട് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട് എവിടുന്നാണ് അവളുടെ ആധാർ കാർഡൊന്നും ഇല്ലാതെ എങ്ങനെ കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഗോപി പോലീസുള്ള സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുധീഷ് ആധാർ കാർഡ് തന്നിട്ടാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ വലിയ ഇഷ്ടമാണ്, അവൻ ഈ ഡൈവേഴ്സിന് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധി ആകെ ഞെട്ടുന്നുണ്ട്. നിധിക്ക് ആകെ വല്ലാത്ത വിഷമം. എന്തായാലും തിരിച്ച് പോണ സമയത്ത് നമ്മുടെ നിധിയുടെ മാനേജർ തന്നെ തിരിച്ച് കൊണ്ടുപോയിട്ട് വീട്ടിലും ആക്കുന്നുണ്ട്. വീട്ടിലാക്കണ സമയത്ത് ഇവിടെ സുധീഷാണെങ്കിൽ ഗംഭീര പിറന്നാൾ ആഘോഷത്തിനുള്ള വീട്ടിൽ മുഴുവനും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പറയേണ്ട ഭക്ഷണമൊക്കെ കഴിച്ച് പോകാമെന്ന് പറയേണ്ട മാനേജറോട് അയാൾ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നതൊക്കെ. സുധീഷിനെ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ഇയാൾക്ക് പോയിക്കൂടെ എന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും അയാൾ പോയി കഴിഞ്ഞ സമയത്ത് നമ്മുടെ നിധി പറയേണ്ട വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് സുധീഷിനെ ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത്. സുധീഷ് പറയുന്നത് സുധീഷാണെങ്കിൽ വിചാരിക്കും പ്രേമാണ് പറയണമെന്ന് വിചാരിച്ച് വലിയ കേമത്തിൽ പോകുന്നുണ്ട്. നിധി പറയുന്നുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ, സുധീഷോട് ബാക്കിലിരിക്കാൻ പറയുന്നത്. സുധീഷ് ബാക്കിൽ ഇരുന്നിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഒരു സ്ഥലത്ത് എത്തിയിട്ട് നിധി നമ്മുടെ സുധീഷിനെ തെറി വിളിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം അറിഞ്ഞിട്ടാണല്ലോ എന്നെ കല്യാണം കഴിച്ച്, നിങ്ങൾ മനഃപൂർവ്വം എന്നെ ചതിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തൊക്കെ പിടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടായിരുന്നു, ആധാർ കാർഡ് എൻ്റെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നത് എല്ലാം പറഞ്ഞിട്ട് നമ്മുടെ സുധീഷിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും നമ്മുടെ നിധി പൊളിച്ചെടുക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.